ലോക്കോ പൈലറ്റ് സമരം മൂലം ട്രെയിൻ റദ്ദാക്കിയതിൽ ആശങ്കയറിയിച്ച് കോൺഫെഡറേഷൻ ഓഫ് ഓൾ ഇന്ത്യ റെയിൽ യൂസേഴ്സ് അസോസിയേഷൻ. സമരം കാരണമുണ്ടാകുന്ന ട്രെയിൻ യാത്രാ ദുരിതം ഒഴിവാക്കാൻ ബദൽ സംവിധാനം അനിവാര്യമാണെന്നും സംഘടനാ ഭാരവാഹികളുടെ യോഗം ആവശ്യപ്പെട്ടു. ദക്ഷിണ റെയിൽവേയിലെ 6 ഡിവിഷനുകളിൽ ആരംഭിച്ച ലോക്കോ പൈലറ്റ് സമരം വിദ്യാലയങ്ങൾ തുറക്കുന്ന സമയത്ത് കേരളത്തിലെ ട്രെയിൻ യാത്ര ദുഷ്കരമാക്കുമെന്ന് കോൺഫെഡറേഷൻ ഓഫ് ഓൾ ഇന്ത്യ റെയിൽ യൂസേഴ്സ് അസോസിയേഷൻ ഭാരവാഹികളുടെ യോഗം വിലയിരുത്തി. സമരത്തിനിടയിൽ കോയമ്പത്തൂർ മംഗലാപുരം റൂട്ടിൽ പ്രഖ്യാപിച്ച പ്രത്യേക തീവണ്ടി റദ്ദാക്കിയതിലും യോഗം പ്രതിഷേധിച്ചു. മെയ് 15-ന് ഓൾ ഇന്ത്യ ലോക്കോ റണ്ണിംഗ് സ്റ്റാഫ് അസോസിയേഷൻ ദക്ഷിണ റെയിൽവേ മാനേജർക്ക് നോട്ടീസ് നൽകിയ ദിവസം തന്നെ കോൺഫെഡറേഷൻ ബന്ധപ്പെട്ട അധികാരികളോട് സമരം ഒത്തുതീർപ്പാക്കണമെന്നും ഫലപ്രദമായ ബദൽ സംവിധാനം ഏർപ്പെടുത്തണമെന്നും ആവശ്യപ്പെട്ടിരുന്നു. അധികാരികൾക്ക് നിവേദനം സമർപ്പിച്ചിട്ടും നിസ്സംഗത പാലിച്ചതിലും യോഗം അപലപിച്ചു. ഈ നിവേദനങ്ങൾ അയച്ചതിനൊന്നും യാതൊരു നടപടിയും മറുപടി ഉണ്ടായില്ല. ബഹുമാനപ്പെട്ട കേരള മുഖ്യമന്ത്രിക്കും റെയിൽവേ ചുമതല വഹിക്കുന്ന വകുപ്പ് മന്ത്രിക്ക് അയച്ചിരുന്നെങ്കിലും മുഖ്യമന്ത്രി മാത്രമാണ് ഒരു മറുപടി അയച്ചത്. ഇത് യാത്രക്കാരോടുള്ള ഉത്തരവാദിത്തമില്ലായ്മ കാണിക്കുന്നത് മാത്രമല്ല, ഇത് യാത്രക്കാരുടെ അവകാശ ലംഘനം കൂടിയാണ്. ഇനിയെങ്കിലും എത്രയും പെട്ടെന്ന് ഒന്നുകിൽ മാന്യമായിട്ട് സമരം ഒത്തുതീർപ്പാക്കുക, അല്ലെങ്കിൽ അതിന് ബദൽ സമാധാനം ഏർപ്പെടുത്തിയില്ലെങ്കിൽ വളരെയധികം യാത്രാക്ലേശം അനുഭവിക്കേണ്ടി വരും. യോഗം ദേശീയ ചെയർമാൻ ഡോക്ടർ AV അനൂപ് ഉദ്ഘാടനം ചെയ്തു. വർക്കിംഗ് ചെയർമാൻ ഷവലിയർ C ചാക്കുണ്ണി അധ്യക്ഷത വഹിച്ചു. ദേശീയ കൺവീനർമാരായ സൺഷൈൻ ഷൊർണൂർ, ഡോക്ടർ KS ജോൺസൺ, TP വാസു, കേരള റീജിയൻ ഭാരവാഹികളായ ബേപ്പി കിഴക്ക് ഭാഗം, അഡ്വക്കേറ്റ് MK അയ്യപ്പൻ, PI അജയൻ, റിയാസ് നേരോത്ത്, നൊവേക്സ് മൻസൂർ, KA ശിവശങ്കരൻ, കുന്നോത്ത് അബൂബക്കർ എന്നിവരും സംസാരിച്ചു. ജോസി V ചുങ്കത്ത്, CC മനോജ് എന്നിവരും സന്നിഹിതരായി. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. വാർത്തകളിൽ ഒരു ഇടവേള കൂടി. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ.